ഹായ്, എല്ലാവർക്കും സുഖവും സമാധാനവുമല്ലേ? ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അസൂയ. അതൊരു വലിയ കാര്യമാണ്. ഒപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് തെറ്റ് ചെയ്യാതെ തന്നെ പല വ്യക്തികളെയും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത്. തെറ്റിനേക്കാളും ഏറ്റവും വലിയ ഒരു കാര്യമാണ് തെറ്റിദ്ധരിപ്പിക്കൽ. തെറ്റിനാണെങ്കിൽ ശിക്ഷയുണ്ട്, തെറ്റിദ്ധരിപ്പിക്കലിനോ ശിക്ഷയില്ല. അതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പഴയ ഒരു മൊഴിയുണ്ട്, എന്താണ്, സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കുമെന്ന്, അല്ലേ? തെറ്റ് ചെയ്യാതെ തന്നെ ഒരുപാട് പേര് പഴി കേൾക്കുന്നവരുണ്ട് ഇവിടെ. തെറ്റ് ചെയ്യാതെ തന്നെ ഒരുപാട് പേരുടെ നല്ല ബിസിനസ്സുകൾ, നല്ല റിലേഷൻഷിപ്പ്, ഇതൊക്കെ തെറ്റിദ്ധാരണയിലൂടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പലരും ഒരു ആത്മസുഖത്തിന് വേണ്ടി ചെയ്യുന്നതാണത്. അങ്ങനെയുള്ള കുറേ വ്യക്തിത്വങ്ങളെ എനിക്ക് നേരിട്ടറിയാം. ഈവൻ എൻ്റെ തന്നെ അനുഭവം ഒരുപാടുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ തെറ്റുകാരിയായിട്ട് മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വരിക, അത് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ലോകം വിശ്വസിക്കില്ല. കാരണം ഈ പറഞ്ഞു പരത്തുന്ന ആൾക്കാർ കുറച്ച് സമൂഹത്തിൽ വിലയും നിലയുമുള്ളവരായിരിക്കും. അവരെന്ത് പറഞ്ഞാലും അതാണ് ശരിയെന്ന് അംഗീകരിക്കുന്ന കുറേ ആൾക്കാർ. അത് നമ്മളുടെ ഫാനിൽ ഇങ്ങനെ കറങ്ങുന്നത് പോലെയാണ്. ഫാനിൽ എന്തെങ്കിലും നമ്മൾ ഒരു അഴുക്ക് വാരിയിട്ടിട്ട് ആ ഫാനൊന്ന് ഓപ്പൺ ആക്കിയാൽ എന്ത് ചെയ്യും? അതിങ്ങനെ ചുറ്റും നല്ല ക്ലീനായിരിക്കുന്ന മതിലിലും ഭിത്തിയിലും ഒക്കെ വൃത്തികേടുകൾ ഉണ്ടാക്കിത്തരും. അതേപോലെ കുറേ മനുഷ്യരുടെ വൃത്തികെട്ട നാവുകൾ, അവർ പറഞ്ഞു പരത്തുന്ന നുണയിലൂടെ ജീവിതം തകർന്നു പോയ ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പം അതിനെ നമ്മൾ എങ്ങനെ നമ്മൾക്ക് റിക്കവറാക്കി എടുക്കാം? കേൾക്കാതെ, നമ്മൾ കേൾക്കേണ്ടത്. കാരണം നമ്മൾ പറയത്തില്ലേ, ഒരു നായ കുറച്ച് നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മളൊരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞ് ഓടിച്ച് കളയുക. പിന്നെയും ആ നായ വീണ്ടും കുരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെയും അതിൻ്റെ പുറകെ ഓടുമ്പോൾ നമ്മൾക്ക് മുമ്പോട്ടുള്ള പ്രയാണം അവിടെ നിലയ്ക്കാണ്. നമ്മൾ വീണ്ടും പിറകോട്ട് പോകണം. നായ കുറച്ചിട്ട് പോട്ട്, നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കും, ചിലപ്പോൾ ചെറിയ രീതിയിലൊരു കടിയൊക്കെ കിട്ടിയെന്നൊക്കെ ഇരിക്കും, അല്ലേ? അപ്പം അതിനെ അങ്ങനെ ഒഴിവാക്കി വീണ്ടും ആ നായ കടിച്ച ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? മുറിവ് ഉണക്കിക്കൊണ്ട് വീണ്ടും 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 നമ്മളുടെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുക. ആ തുടർച്ചയാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പം അതേക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോൾ പറയാനുണ്ടാവും, എനിക്ക് ഈ അനുഭവമുണ്ട്, ഞാൻ ഒരാളുടെ നുണ പറച്ചിലൂടെ, അല്ലെ ഒരാൾ എൻ്റെ കുടുംബത്ത് വന്ന് തെറ്റിദ്ധരിപ്പിച്ചതിലൂടെ, അല്ലെ എൻ്റെ സൗഹൃദങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നഷ്ടപ്പെടുത്തിയതിലൂടെ, അല്ലെ എൻ്റെ ബിസിനസ്സിൽ കടന്നു കയറി നഷ്ടപ്പെടുത്തിയതിലൂടെ ഒക്കെ ഒരുപാട് പേർക്ക് പറയാനുണ്ടാവും. പക്ഷെ നമുക്ക് നിസ്സഹായരായിട്ട് നിൽക്കേണ്ടി വരും. നമ്മളല്ല അത് ചെയ്തത്, നമ്മൾക്ക് ഇതിനകത്തിൽ യാതൊരു തരത്തിലുള്ള മനസ്സറിവ് പോലും ഇല്ല എന്ന് പറയും. നമ്മൾ പറച്ചില്ലേ, മനസ്സാ വാച കർമ്മണ, ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് പിഴയൊടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ. അതിനെ നമ്മൾ എങ്ങനെ നേരിട്ടുകൊണ്ട് നമ്മളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കിക്കൊണ്ട്, ഇതൊന്നും കേൾക്കണ്ട, ഒരു ചെവിയിൽ കൂടെ കേട്ട് അടുത്ത ചെവിയിലേക്ക് പോലും കൊണ്ടുവരാതെ അതിനെ അവിടെ വെച്ച് തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾക്ക് നെഗറ്റീവെന്ന് തോന്നുന്ന വ്യക്തി, അത് അച്ഛനായാലും അമ്മയായാലും ഭർത്താവായാലും മക്കളായാലും നല്ല സുഹൃത്തായാലും, അവരോട് ഒഴിവാക്കി കളയാൻ നമ്മൾ പറയില്ല. അവരെ ഒരു തരത്തിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ അങ്ങനെ പോകുക. അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ കേട്ടു അല്ലെങ്കിൽ നമ്മൾ കേട്ടില്ല, അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി ഇങ്ങനെ ഫോം ചെയ്ത് നമ്മൾ ഡൗൺ ആവും. അത് കാണാനാണ് പലരും ആഗ്രഹിക്കുന്നതും നമ്മളെ തകർക്കാനാണ്, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ പരത്തിച്ചുകൊണ്ട് നമ്മുടെ സാമ്രാജ്യങ്ങളെ അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് ഓരോരുത്തർ മുമ്പോട്ട് വരുന്നതും. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി മുമ്പോട്ട് പോവുക. നമ്മൾക്ക് ചിലപ്പോൾ ഇതിനകത്തിൽ ധനനഷ്ടം വന്നെന്നിരിക്കാം, മാനനഷ്ടം വന്നെന്നിരിക്കാം, ബന്ധുനഷ്ടം വന്നെന്നിരിക്കാം, നല്ല സൗഹൃദങ്ങളെ നഷ്ടപ്പെട്ടെന്നിരിക്കാം, നമ്മളുടെ നല്ല ബിസിനസ്സുകൾ നഷ്ടപ്പെട്ടു എന്നിരിക്കാം. പക്ഷേ ആ പോയത് പോട്ട്, ഇനിയും എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് വെച്ച് ഈ പറഞ്ഞ് പരത്തുന്ന ആൾക്കാരെ ഒഴിവാക്കിയാൽ ഒരു ബൂമറാങ് പോലെ നാളെ അവർക്കും ഇത് തന്നെ ഉണ്ടാകുമ്പം അവർ ചിലരെങ്കിലും തിരിഞ്ഞ് ചിന്തിക്കും. എല്ലാവരും ചിന്തിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമ്മൾക്ക് അതേക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾക്ക് എങ്ങനെ മെഡിറ്റേഷനിലൂടെ അത് മാറ്റിയെടുക്കാം. അതിനാണ് നമ്മൾ വിപാസന മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. ഒപ്പം തന്നെ തീറ്റ മെഡിറ്റേഷൻ, നിങ്ങൾ ഉൾപ്പെടെ ഒരുപാട് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാവാം ഇത്തരം അനുഭവങ്ങൾ. അതിനെ എങ്ങനെ നമ്മൾക്ക് പ്രശ്നങ്ങളില്ലാതെ തരണം ചെയ്തു പോകാമെന്നുള്ളത്, അതിനുള്ള പരിഹാരമാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി.